ഹായ് എല്ലാവർക്കും എൻ്റെ വലിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2 മിനിറ്റ്സ് മാഗി എങ്ങനെ 50 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും വിചിത്രമാണല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാഗി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മാഗി വേണമല്ലോ. അപ്പം നമ്മൾ മാഗി പാക്കറ്റ് ഒന്ന് വാങ്ങി വെച്ചു. അപ്പം ഞാനൊരു 4 ക്യൂബ് എടുക്കുന്നുള്ളൂ, അത്രയാളേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞാട വെച്ചിട്ടുണ്ട്. 4 എടുക്കുന്നതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് മല്ലിച്ചപ്പാണ്, സാമ്പാർ മല്ലി എന്നൊക്കെ പറയും. സോറി, മല്ലി ഇലയാണ്. ചപ്പ് നമ്മൾ കണ്ണൂർ ഭാഷ പറയുന്നതാണ്, ഇരിക്കട്ടല്ലേ. പിന്നെ ഞാൻ എന്താ കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഏത് ഡിഷിലും ഇതൊരു മെയിൻ ഘടകമാണ്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിരുന്നിട്ട് ലേശം എണ്ണ വെച്ചു. നിങ്ങൾക്ക് ഏത് പാത്രത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വരെ ഉണ്ടാക്കാൻ നിന്നതാണ്. 2 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് തുടങ്ങിയതാണ്. പക്ഷേങ്കിൽ 50 മിനിറ്റ്സ് ആയിപ്പോയി. പക്ഷേ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏലക്ക, പട്ട ഇതൊക്കെ ഞാൻ വെളിച്ചെണ്ണയിലിട്ടു. ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വെളിച്ചെണ്ണയിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടിയുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ കറിവേപ്പില വാങ്ങിച്ചില്ലായിരുന്നു കേട്ടോ. കറിവേപ്പിലയും ഞാൻ എടുത്തു. ഇതൊക്കെ വാട്ടുമ്പോൾ അതിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റുണ്ടോ, അല്ലാണ്ട് വാട്ടി കരിച്ച് കളയരുത്. അപ്പോൾ ഞാൻ പിന്നെ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് അതിൻ്റെ അകത്ത് ചതച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ. പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ് കേട്ടോ. എനിക്ക് അതിനൊന്നും സമയമില്ല, ഞാൻ ഇങ്ങനെ കുത്തിപ്പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഇടലാണ് പതിവ്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് എന്താ പറയണ്ട, പച്ചമണം മാറുന്നവരെ വഴറ്റുണ്ടോ. അധികം വഴറ്റിയാൽ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് വേറെ എന്തൊക്കെയോ ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. നമുക്ക് അടുത്ത സാധനം ഇടാനുള്ളത്. ഇതൊന്ന് വഴണ്ടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സാധനം ഇടാനുണ്ട്. പ്രത്യേകം പറയുന്നത് വേണ്ടല്ലോ, ഇതെല്ലാം ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പണി പാളും. അപ്പോൾ ബിഗ്നസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതിനകത്തേക്ക് ഉള്ളി, പച്ചമുളക് ഇടുക. എന്നിട്ട് ആ ഉള്ളിയും പച്ചമുളകും എന്ത് വേണം, ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി ഒന്ന് വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന രീതികളാണ് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റി വെക്കുക. പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന രീതി എന്ന് പറഞ്ഞാലും ഉപ്പിട്ടാൽ വേഗം വഴണ്ടി കിട്ടുന്നുണ്ട്. അതാണ് കേട്ടോ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് എന്താ പറയണ്ടേ, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ കുറച്ചും കൂടെ വേഗത്തിലൊന്ന് വഴണ്ടി കിട്ടും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ബിഗ്നേഴ്സിനാണ്. കാരണം ഞാനൊക്കെ ആദ്യം കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഇത് എത്ര ഇടണോ, എങ്ങനെ ഇളക്കണോ, എത്ര മിനിറ്റ് അടച്ച് വെക്കണോ എന്നൊന്നും അറിയാത്തൊരു കക്ഷിയായിരുന്നു ഞാനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പിടാൻ മറന്നു വരുന്നു. കാരണം ഉറക്കപ്പിച്ചിലാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഞായറാഴ്ച ആണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞായറാഴ്ച കുറച്ച് എഴുന്നേക്കാൻ കുറച്ച് മടിയാണ്. അതാണ് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. പിന്നെ ഇങ്ങനെ അടച്ചു വെച്ചാൽ മാത്രം പോരാ, ഇടക്കിടക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാം ചിലപ്പോൾ അടിക്ക് പിടിക്കും. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് എന്താ പറയുക ഉള്ളി വാട്ടേണ്ടത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ലോ ഫ്ലെയിമിലായാലും പെട്ടെന്നൊന്നും ആവുകയില്ല. അപ്പോൾ നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ അടച്ചു വെക്കുന്ന സമയം നമുക്ക് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ ഉപകരിക്കും കേട്ടോ. അങ്ങനെ ഒന്ന് വീട്ടുകാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒന്ന് റേകം വരെ പോയി നോക്കിയതാണ്. എന്തുവാ ചെയ്യുന്നേ? എന്നെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ സഹായമായിരുന്നു. ഹാൻഡ് വാഷൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. വാഷ് ബേസ് കഴുകുന്ന ബ്രഷും ഹാൻഡ് വാഷും കൊണ്ട് മേശ കഴുകി വൃത്തിയാക്കി തരുന്നുണ്ട്. തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണാവോ, എന്തായാലും എനിക്ക് അടുത്ത പണിക്കുള്ള വകയായിരിക്കുന്നു. ഇതുപോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മക്കളുണ്ടോ വീട്ടിൽ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് തിരിച്ചു വരാം. അപ്പം ഞാൻ 4 ഇതുപോലത്തെ പീസാണ് മാഗിൻ്റെത് എടുത്തത്. ആ പീസ് ഒന്ന് പൊടിച്ച് നല്ല ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് മാഗീൻ്റെ മസാലകളൊക്കെ മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി. അപ്പോൾ 4 മസാലകൾ കൊടുത്തിട്ടുണ്ട്, പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഉള്ളിച്ചാട്ടം ഒന്ന് വാടി. അപ്പോൾ നമുക്ക് തക്കാളി ഇടാം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാനത് ആ തക്കാളി ഇടാൻ പോകുന്നു. അപ്പോൾ അത് ആ തക്കാളി ഇട്ട് ഇളക്കി വിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ചേർക്കണം. അപ്പം ഞാനൊന്ന് വിചാരിച്ചു കുറച്ച് ക്യാരറ്റ് ഉണ്ട്, അപ്പോൾ ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടും കൂടെ അതിനകത്ത് ഇടാം. അതാണ് ഞാൻ പറഞ്ഞ പിന്നെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഞാൻ വഴിയേ പറയാൻ നടക്കില്ല. അതാണ് ഈ സാധനം. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും തക്കാളിയും ഒരുമിച്ച് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ചു. എന്നിട്ടൊന്ന് അടച്ചു വെച്ചു. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് വെന്ത് കിട്ടണം, തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം.
അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മുട്ടകൾ എടുക്കാം. ഞാനൊരു 4 മുട്ട എടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇതാ 1 മുട്ട. അപ്പോൾ മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ മുട്ടയിൽ നമുക്ക് കുറച്ച് എന്താ പറയണ്ടേ മസാലപ്പൊടിയാണിത്. ഞാൻ ചിക്കൻ മസാലയാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പും ചിക്കൻ മസാലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം മുട്ട. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇത് ക്യാരറ്റും കൂടി ഇട്ടിട്ടില്ല. അപ്പോൾ ക്യാരറ്റും തക്കാളിക്കും വേണ്ടുന്ന കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ഇതിനകത്തിടുന്നുണ്ട്. കാരണം പിന്നെ അതിൽ ഉപ്പ് പിടിക്കാത്തൊരവസ്ഥ പോലെ ആയിപ്പോവും. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ട ഒന്ന് ഇത് അടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതും ആയതുകൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ നല്ലോണം അടിച്ചെടുത്തു. പിന്നെ ഒരു പാൻ എടുത്തു. നമുക്ക് ആ മുട്ടയൊന്ന് വറുത്തെടുക്കണം. പാനിൽ എണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് മുട്ട ഇങ്ങനെ ഇങ്ങ് ഒഴിക്കുക. പാൻ എണ്ണ എടുക്കണമെന്നില്ല, ഏത് പാത്രമായാലും എടുത്താലും മതി. എന്നിട്ട് മുട്ട ഒഴിച്ചിട്ട് എന്താ പറയുക, മുട്ടയൊന്ന് ചിക്കി എടുക്കണം. വറുത്തെടുക്കണമെന്നല്ല, ചിക്കി എടുക്കണം. അപ്പം ഞാനൊന്ന് ചിക്കാൻ തുടങ്ങി. മറ്റേ കോഴി ചിക്കുന്ന പോലെ ചിക്കിയല്ലാവില്ല കേട്ടോ. എങ്ങനെയൊക്കെ ചിക്കാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ ചിക്കി എടുക്കുക. പിന്നീട് നമുക്ക് ആ ഉള്ളിയും തക്കാളിക്ക് ഇട്ടതിൻ്റെ അകത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടികൾ ഇപ്പം ചേർക്കുന്നത് മാഗീൻ്റെ മസാലയാണ്. ഞാൻ നേരത്തെ പാക്കറ്റ് കഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ടിരുന്നല്ലോ, ബൗളിലേക്ക് ഇട്ടിരുന്നല്ലോ. അപ്പോൾ അത് ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറൊരു പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളവും വെക്കണം കേട്ടോ. ആ സമയത്ത് ഇപ്പുറം നോക്കണം അപ്പുറം നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്. ചിക്കൻ മസാല, മീറ്റ് മസാല, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇടാം. കാരണം നമ്മൾ ഈ ഉണ്ടാക്കുന്ന മസാലക്ക് ഈ ഇതില്ലേ ഉള്ളീൻ്റെയൊക്കെ മിക്സിന് കണക്കായിട്ടുള്ള മസാലകളാണ് നമ്മൾ എക്സ്ട്രാ ഇടേണ്ടത് കേട്ടോ. സാധാരണ മാഗി മാത്രമാണെങ്കിൽ നമുക്ക് ആദ്യത്തെ മാഗി മസാല മാത്രം മതി. നമ്മളിപ്പോൾ ഉള്ളിയിലിടുന്നില്ലേ, ഉള്ളിയിലിടുന്നതിനും കൂടെ മസാല വേണ്ടേ. അപ്പം ഞാൻ മല്ലിച്ചപ്പും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ആ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിൽ വെള്ളം എടുക്കുക. കുറച്ച് അധികമായിപ്പോയാലും പ്രശ്നമില്ല. മാഗീൻ്റെ പാക്കറ്റിൽ കാണുന്ന അത്ര അളവിലെടുക്കണം എന്നില്ല. അധികമായാലും കുഴപ്പമില്ല. നമുക്ക് ഊറ്റിക്കളയേണ്ടതാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ മാഗി പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് വെക്കുക. ഒന്ന് ജസ്റ്റ് അത് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയം നമുക്ക് ഉണ്ടാക്കിയ മസാലയിലേക്ക് നമുക്ക് മുട്ട നമ്മൾ ചിക്കി എടുത്തതും കൂടി ഇതിനകത്തേക്ക് ഇടുക. ആ മുട്ടയും മസാലകളും ഒന്ന് കൂടിച്ചേരണ്ടേ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സമയം നമുക്ക് മാഗി ഒന്ന് വെന്തിരാൻ നോക്കാം. ഒരുപാട് അങ്ങ് വെന്തമയേണ്ട, ലേശം ഒന്ന് പകുതി ഒന്ന് വെന്തതിന് ശേഷം നമുക്കതൊന്ന് വെള്ളം ഊറ്റിക്കളയുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, സ്റ്റാൻഡൊന്നും എടുത്തില്ല. അപ്പോൾ ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാഗിയും കൂടെ ഊറ്റിക്കളഞ്ഞിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം, മാഗിയും മസാലകളും. അപ്പോൾ ഞാനൊന്ന് പാത്രം വെള്ളത്തിലേക്ക് മാറ്റിന് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിൽ. എന്നിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തിന്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് മാഗി വെന്ത് പോകണ്ട, അന്നേരം പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ 2 മിനിറ്റ്സ് മാഗി 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്നില്ല, 10 മിനിറ്റ് ആയാലും 15 മിനിറ്റ് ആയാലും എടുക്കുക. അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.